ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തുടരാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ആദി ദൈവിക ആദി ഭൗതിക ആധ്യാത്മിക താപങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാന്ഡം മുനികാന്ഡം അഥവാ യാജ്ഞവൽക്യകാന്ഡം ചതുർത്ഥാധ്യായം വാധരൂപ ഉപപത്തി പ്രകരണം. 6 ബ്രാഹ്മണങ്ങളായിട്ട് വാധരൂപ ഉപപത്തി പ്രകരണ ആഖ്യായിക യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഈ ആഖ്യായികയിലെ മുഖ്യ കഥാപാത്രം ശിഷ്യൻ ജനക മഹാരാജാവ്, ഗുരുനാഥൻ സാക്ഷാൽ യാജ്ഞവൽക്യ മഹർഷി. പ്രഥമ ബ്രാഹ്മണം നമ്മൾ കണ്ടു. ഉപാസന പ്രധാനമായിക്കൊണ്ട് എന്തൊക്കെ ആപാദത ജ്ഞാനമാണോ ജനക മഹാരാജാവിന് ലഭ്യമായത്, ആ ജ്ഞാനത്തെ എങ്ങനെ പൂർണ്ണജ്ഞാനമാക്കി മാറ്റണം, അതിനുള്ള ജ്ഞാനോപദേശം, ഉപായ ഉപദേശം, ഫലശ്രുതി ഉപദേശം, ഇവ നമ്മൾ പ്രഥമ ബ്രാഹ്മണത്തിൽ ഷഡാചാര്യ ബ്രാഹ്മണത്തിൽ സാമാന്യമായി കണ്ടു. ആ ഉപാസനകളൊക്കെ ചെയ്ത സാധകനെ കാണാനായി ഗുരുനാഥൻ വീണ്ടും വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദ്വിതീയ ബ്രാഹ്മണം, ഊർജ ബ്രാഹ്മണം. ബ്രഹ്മവിദ്യാ വിചാരം ഇവിടെ ആരംഭിക്കുകയാണ്. ജനക മഹാരാജാവിനോടുള്ള ചോദ്യമാണ് ഗുരുനാഥന്റെ ഒന്നാമത്തെ മന്ത്രത്തിൽ നമ്മൾ കണ്ടത്. അല്ലേ? ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ചോദിക്കുകയായിരുന്നു, ഏവം വൃന്ദാരഘ ആഢ്യഃ സന്നധീതവേദ ഉക്ത ഉപനിഷത്തഃ ഇതോ വിമുച്യമാനഃ കോ ഗമിഷ്യസീതി. അല്ലേ? അതായത് ഒരുപാട് വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് വലിയ ധനവാനോ ആഢ്യനോ, ഈ വിശേഷണങ്ങളൊക്കെ ജനക മഹാരാജാവിനും ആപ്ലിക്കബിൾ ആണ്. സാധാരണ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നതുകൊണ്ട് നമുക്ക് ജനക മഹാരാജാവിനെ മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. മറ്റുള്ള ഒരു ആഢ്യനായ ധനവാനായ അല്ലെങ്കിൽ വേദാന്ത പണ്ഡിതന്മാരൊക്കെ ആയിക്കോട്ടെ. അല്ലേ? അപ്പം ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും അവര് മരണാനന്തരം അവരുടെ ഗതി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല. ബ്രവീതു ഭഗവാനീതി. അവിടെ വരെയാണ് നമ്മൾ കണ്ടത്. അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ദ്വിതീയ മന്ത്രം. ഇന്തോഹ വൈ നാമ ഏഷയോയം ദക്ഷിണേ അക്ഷൻ പുരുഷഃ തം വാ ഏവം ഇന്ദം സം ഇന്ദ്ര ഇതി ആചക്ഷതേ പരോക്ഷേണ ഏവ പരോക്ഷപ്രിയ ഇവ ഹി ദേവാഃ പരോക്ഷപ്രിയ ഇവ ഹി ദേവാഃ പരോക്ഷപ്രിയ ഇവ ഹി ദേവാഃ പ്രത്യക്ഷ ദിശഃ. നമ്മുടെ മനസ്സിലാ സഭാമണ്ഡപം എന്താണ് യാജ്ഞവൽക്യ മഹർഷി ഉദാഹരണത്തിലൂടെ ജനക മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് വളരെ ചെറിയ ഒരു എന്താ പറയാ ബ്രാഹ്മണമാണിത്. വെറും 4 മന്ത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ മന്ത്രം ആഖ്യായിക ആരംഭിക്കുന്നു. പിന്നെ 2ഉം 3ഉം മന്ത്രം, ദ്വിതീയം തൃതീയം മന്ത്രം മാത്രമേ ഉപദേശമുള്ളൂ. ചതുർത്ഥ മന്ത്രം ഫലശ്രുതിയാണ്. അപ്പോൾ
വളരെ വളരെ ഈ മാണ്ഡൂക്യ ഉപനിഷത്തിനെ ആലംബനമാക്കിക്കൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ഇത് പറയുന്നത്. മാണ്ഡൂക്യ ഉപനിഷത്തും അങ്ങനെയാണ്, വളരെ ചെറിയ ഉപനിഷത്താണ്. അതുകൊണ്ട് അതിലെ കുറച്ച് പദങ്ങൾ ഇവിടെയും നമുക്ക് ആവശ്യം വരും. പദങ്ങളൊക്കെ നമുക്ക് പഠിക്കാം, അതിൻ്റെ നിർവചനവും പഠിക്കാം. ആ രീതി ആയതുകൊണ്ട് ഇവിടെ ഈ ബ്രാഹ്മണവും വളരെ ചെറുതാക്കി പറയുന്നു. അതാരും വിഷമിക്കണ്ട, ഇത് മനസ്സിലാകുമോ അല്ലെങ്കിൽ മനസ്സിലാകാതെ വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷ കാണും. കാരണം അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മാണ്ഡൂക്യം പഠിച്ചോ എന്നൊക്കെ ചോദിച്ചത്. കാരണം അയ്യോ അത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇതെങ്ങനെ, അങ്ങനെയൊന്നും വിചാരിക്കണ്ടാരും. അടുത്ത ബ്രാഹ്മണവും അതിൻ്റെ അടുത്ത ബ്രാഹ്മണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്വയം ജ്യോതി ബ്രാഹ്മണം, പിന്നെ ശാരീരിക ബ്രാഹ്മണം, ഇത് രണ്ടും. പിന്നെ അതിനുശേഷം മൈത്രേയും വംശബ്രാഹ്മണം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് നമ്മൾ ഇത് പഠിക്കുന്നത് പോലെ വേർഡ് ബൈ വേർഡ് പഠിക്കില്ല. മന്ത്രം വെറുതെ പാരായണം ചെയ്ത് ചർച്ച ചെയ്ത് പോകാം. കാരണം മൈത്രേയ ബ്രാഹ്മണവും വംശബ്രാഹ്മണവും അതേ മന്ത്രം കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അതുകൊണ്ട് ഇനി പഠിക്കാൻ പോകുന്ന ശാരീരക ബ്രാഹ്മണം, സ്വയം ജ്യോതി ബ്രാഹ്മണം 38 മന്ത്രവും 25 മന്ത്രവും ആയിട്ട് വലിയ ബ്രാഹ്മണമാണ്. അപ്പം ഇതിൻ്റെ കേട് അവിടെ തീർക്കും. എന്ന് വെച്ചാൽ കേടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വളരെ കുറച്ചല്ലേ പറയുന്നുള്ളൂ, വളരെ ലഘുവാക്കി യാജ്ഞവൽക്യ മഹർഷി പറയുന്നത് കൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. രണ്ടാമത്തെ മന്ത്രത്തിൽ ഉദാഹരണത്തോടുകൂടി തുടങ്ങുകയാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ഫ്രഷ് പേപ്പർ എടുക്കുക, പുസ്തകത്തിൻ്റെ ഒരു ഏതളില്ലേ, എന്തായാലും പറയുക, ഒരു പേജ്, അതിൽ വിശ്വൻ വിരാട്, രണ്ടാമത്തെ മന്ത്രം വിശ്വനെ കുറിച്ചാണ് പറയുന്നത്, മൂന്നാമത്തെ മന്ത്രം വിരാടിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ വിശ്വൻ വിരാടെന്ന് 2 ടേബിൾ വരയ്ക്കുക. ഒരു പുതിയ പേജ് എടുത്തിട്ട് വിശ്വൻ, അപ്പോൾ എന്നിട്ട് അവിടെ എഴുതുക റെഫറിങ് മന്ത്ര നമ്പർ 2, രണ്ടാമത്തെ മന്ത്രം. അടുത്ത പേജിൽ ഞാൻ ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം, പക്ഷെ നിങ്ങൾ എഴുതുമ്പോഴാണല്ലോ മനസ്സിൽ ഉറക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അയക്കാഞ്ഞത്. നേരത്തെ അയക്കുമ്പോൾ എന്താ പറ്റുക എന്ന് പറയുന്നത്, നിങ്ങളത് വെറുതെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് പുസ്തകത്തിൽ വേണം ചിത്രം വരച്ച് വെക്കും, പക്ഷെ നമ്മുടെ മനസ്സിൽ വരയില്ല. അതുകൊണ്ടാണ് സമയം അതിനു വേണ്ടി മാറ്റി വെക്കുന്നത്. എല്ലാവരും വരയ്ക്കുക, അല്ലെ എഴുതുക, എങ്ങനെയല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്ന പോലെ. അപ്പോൾ ഒന്നാമത്തെ കോളം വിശ്വൻ, മന്ത്ര 2. രണ്ടാമത്തെ കോളം വിരാട്, മന്ത്ര 3. അങ്ങനെ എഴുതി വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ മന്ത്രം പഠിച്ചിട്ട് ആ മന്ത്രത്തിൻ്റെ കോളം മുഴുവൻ ഫില്ല് ചെയ്യാം. മന്ത്രത്തിലേക്ക് വരാം. ആദ്യം ഇന്തോഹ വൈ നാമ ഏഷ യോയം യഹ അയം ദക്ഷിണേ അക്ഷൻ പുരുഷ. സംസ്കൃത പുസ്തകത്തിൽ ദക്ഷിണാക്ഷൻ എന്നാണ്, അത് മാറ്റി ദക്ഷിണേ അക്ഷൻ. സംസ്കൃത പുസ്തകം ഉള്ളവർ ഇങ്ങനെ തിരുത്തുക, ദക്ഷിണേ അക്ഷൻ പുരുഷ. തം വാ ഏവം ഏതം ഇന്ദം സം ഇന്ദ്ര ഇതി ആചക്ഷഹേ. അല്ല, നമുക്ക് നോക്കാം. ഇന്തോഹ വൈ നാമ, അല്ലേ, എന്ന് വെച്ചാൽ ഇന്ദ്രൻ എന്ന നാമത്തോടു കൂടി, അതാണ് ഇന്തോഹ വൈ നാമ. അവിടെ ഇന്ദ്രൻ എന്ന നാമം ഇന്ദ്രദേവതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇന്ദ്രൻ എന്ന ഈ വിശ്വൻ എഴുതിയില്ലേ നിങ്ങൾ ആ ടേബിളിൽ, മന്ത്ര 2 എഴുതിയില്ല, അതിൻ്റെ താഴെ എഴുതുക ഇന്ദ്രൻ. വിശ്വൻ, ഇന്ദ്രൻ എന്ന പേരാണ് ഇവിടെ. വിശ്വൻ എന്ന ദേവതയാണ് റെഫർ ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ക്ഷമയോടെ എഴുതുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയത്തെ ഇങ്ങനെ മനസ്സിലിട്ട് താലോലിക്കുക, അപ്പോൾ മനസ്സ് തന്നെ ഉത്തരം പറഞ്ഞു തരും ക്ഷമയോടുകൂടി. എഴുതുക വിശ്വൻ, മന്ത്ര നമ്പർ 2, അതിൻ്റെ താഴെ ഇന്ദ്രൻ എന്ന് എഴുതുക. ഇന്ദ്രനെ ഇവിടെ
യാജ്ഞവൽക്യ മഹർഷി ഇന്ധൻ എന്നൊരു പേരും കൂടെ കൊടുക്കുന്നുണ്ട്. അത് എഴുതിക്കോളൂ. എന്താണ് ഇന്ധൻ എന്ന വാക്കിന്റെ അർത്ഥം? സർവം ഇന്ധയതി ഇതി ഇന്ധഃ. സർവം ഇന്ധയതി, സർവം ഇന്ധയതി ഇതി ഇന്ധഃ. സർവം ഇന്ധയതി ഇതി ഇന്ധഃ. സർവറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാരോ അവനെ ഇന്ധൻ എന്ന് വിളിക്കുന്നു. ഇത് പുല്ലിംഗമായതുകൊണ്ട് അവനെ എന്ന് പറഞ്ഞ കേട്ടോ. ഇനി അടുത്ത അമ്മമാര് വിഷമിക്കേണ്ട, അടുത്തത് മൂന്നാമത്തെ മന്ത്രം സ്ത്രീലിംഗമാണ് വരുന്നത്. ഒന്നുകൂടെ പറയാം. സർവറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാരോ, അല്ലെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവനാരോ അവനെ എന്ത് വിളിക്കുന്നു? ഇന്ധൻ. സർവറ്റിനെയും പ്രകാശിപ്പിക്കാൻ, അല്ലെ ടു ഷൈൻ. ഇന്ധൻ എന്ന വാക്കിന്റെ എട്ടിമോളിജൻ ടു ഷൈൻ, പ്രകാശിപ്പിക്കുക. അല്ലെ ദേവതകൾ അങ്ങനെയാണല്ലോ, അല്ലെ നമ്മളെപ്പോലെ അല്ല അവര്, അല്ലെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ളതാണ്. അതായത് നമ്മളും സാധാരണ ജീവാത്മാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവര് പ്രകാശ സ്വരൂപികളാണ്. അതായത് സ്ഥൂല ശരീരത്തിനേക്കാൾ അവർക്ക് എന്താണ്, സൂക്ഷ്മ ശരീരത്തിനോടാണ് അഭിമാനം കൂടുതൽ. അതുകൊണ്ടാണ് അവിടെ പ്രകാശം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെ സൂക്ഷ്മ ശരീരമാണ് അവിടെ കുറിക്കുന്നത്, അല്ലെ റെഫർ ചെയ്യുന്നത്. അപ്പം ഇന്തോ, ഇന്തോ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടു, അല്ലെ സർവം ഇന്ധയതി ഇതി. ഇന്തോഹ വൈ നാമ എന്ന് വെച്ചാൽ ഇന്ധൻ എന്ന നാമത്തോടു കൂടിയ ആരാണ്? ഇന്ദ്രൻ. ഇന്ദ്രനെ പര്യായമായിട്ട് ഇന്ധൻ എന്ന് വിളിക്കുന്നു. എല്ലാ ദേവതകളും ഇന്ധന്മാരാണ് കേട്ടോ. അതായത് ദേവതകളുടെയൊക്കെ സ്വഭാവം ഇതായതുകൊണ്ട്, സൂക്ഷ്മ ശരീര അഭിമാനികളായതുകൊണ്ട് ദേവതകളൊക്കെ അഗ്നി ആയിക്കോട്ടെ, വായു ആയിക്കോട്ടെ, അല്ലെ ഇന്ധം. അല്ലെ എന്തുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു? ഇന്ധം, നമ്മൾ വീട്ടിലൊക്കെ ഇല്ലേ ഇന്ധനം കത്തിക്കുക, അല്ലെ? ഇന്ധനം എന്നത് സംസ്കൃത പദമാണ്, പ്രകാശം എന്നുള്ള അർത്ഥം, അല്ലെ? അല്ലെ അങ്ങനെയല്ലേ പറയുക? അതിവിടെ ഉപയോഗിച്ചിരിക്കുന്നു. പരമാത്മാവിനെയും വിളിക്കുക ഇന്ധൻ, ജ്യോതി സ്വരൂപൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെ നശിക്കാത്തവൻ. അവിടെ വരുമ്പോൾ പരമാത്മാവിനെ ഇന്ധൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നാശരഹിതൻ എന്നുള്ള, എന്നും ജ്വലിച്ചു നിൽക്കുന്നവൻ എന്നുള്ള ആ അർത്ഥമാണ് അവിടെ ഉപയോഗിക്കുക. എവിടെ ഇന്ധൻ എന്ന വിശേഷണം ഈശ്വരനാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ദേവതയ്ക്കാണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക. ഇന്ധൻ എന്ന നാമത്തോട്, ഇന്തോഹവൈ നാമ എന്ന് വെച്ചാൽ ഇന്ധൻ എന്ന നാമത്തോട് കൂടിയ ഇന്ദ്രൻ എന്ന ദേവത. അപ്പൊ നമ്മൾ ഇവിടെ അധ്യാഹാരം ചെയ്യണം. ഇന്തോഹവൈ നാമ ഇന്ദ്രദേവത. ഇന്ദ്രദേവത അല്ലെ ഇന്തോഹവൈ ഇന്ദ്രദേവത നാമ, അങ്ങനെയും അധ്യാഹാരം ചെയ്യും. ഇന്തോഹവൈ ഇന്ദ്രദേവത നാമ എന്നുവെച്ചാൽ എന്താണ്? ഇന്ധൻ എന്ന നാമം ആർക്കാണ് ഇവിടെ ഭൂഷണമായിട്ട് കൊടുത്തിരിക്കുന്നത്, വിശേഷണമായിട്ട് കൊടുത്തിരിക്കുന്നത്? ഇന്ദ്രൻ എന്ന ദേവതയ്ക്ക്. യേശ യോയം, യേശ, യേശ എന്ന് വെച്ചാൽ ഇത് എന്ന് വെച്ചാൽ യേശ ഇന്ദ്രദേവത, ഈ ദേവത, ഈ ഇന്ദ്രദേവൻ, യേശ ഇത് എന്നുള്ള അർത്ഥം. യേശ യോയം യഹ അയം, ഈ ദേവത ദക്ഷിണേ അക്ഷൻ പുരുഷ. ഈ ദേവത എന്താ ചെയ്യുന്നത്? നമ്മൾ സങ്കല്പിക്കുക, ജനക മഹാരാജാവിനോട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ മഹാരാജ്, സാമ്രാട്ട്, അങ്ങയുടെ ദക്ഷിണ അക്ഷിയിൽ, ദക്ഷിണം വലത് അല്ലെ, അക്ഷി കണ്ണ്, അപ്പൊ അങ്ങയുടെ വലത് കണ്ണിൻ സ്ഥിതി ചെയ്യുന്നതായിട്ട് അങ്ങ് ഭാവന ചെയ്യൂ, അല്ലെ? ഇത് ഉപാസന പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സാധന പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ? ചോദ്യത്തിന് മറുപടിയായിട്ട് ഉള്ള സാധനകൾ ആദ്യം ഉപദേശിക്കണം, ഉപായം ഉപദേശിക്കുകയാണ്. ആ ഉപായത്തിലൂടെ എന്ത് ഫലത്തിലേക്കാണ് എത്തുന്നതെന്ന് നാലാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അല്ലയോ
സാമ്രാട്ട്, ഞാൻ അങ്ങേക്ക് ഒരു ഉപായം പറഞ്ഞു തരാം. അങ്ങയുടെ വലത് കണ്ണുണ്ടല്ലോ. അപ്പോൾ സാമ്രാട്ട് പറഞ്ഞ എനിക്ക് വലത് കണ്ണുണ്ട്. ആ വലത് കണ്ണിൽ ഇന്ദ്രദേവത ഇരിക്കുന്നതായിട്ട് പ്രകാശിക്കുന്നതായിട്ട് ഭാവന ചെയ്യൂ എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അല്ലെ, ഇതെന്തിനാണെന്നൊക്കെ നമ്മൾ പഠിക്കും. ആദ്യം വേർഡ് മീനിങ് നോക്കിയിട്ട്. തം വാ ഏതം ഇന്ദം സം ഇന്ദ്ര ഇതി ആചക്ഷതേ. തം വാ ഏതം ഇന്ദം, അതായത് ഇന്ദ്രൻ എന്നു പേരോട് കൂടിയ ഈ ദേവത, സം ഇന്ദ്ര, അത് ഇന്ദ്രൻ തന്നെയാണ്, ഇതി ആചക്ഷതേ, അത് ഇന്ദ്രൻ തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച ഇന്ദ്രൻ എന്ന് വിളിച്ചത് മറ്റു ദേവതകളെ ഒന്നുമല്ല, അഗ്നിയല്ല സൂചിപ്പിക്കുന്നത്, വായുവല്ല, വരുണനല്ല, മറ്റാരുമല്ല, ഇന്ദ്രൻ തന്നെ. അല്ലെ, ഇന്ദ്രദേവതയാണ്, ദേവേന്ദ്രനെയാണ് ഞാൻ ഇന്ധം എന്ന വിശേഷണത്തോടു കൂടി സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത്. ആ ഇന്ദ്രൻ അങ്ങയുടെ വലതു കണ്ണിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് അങ്ങ് ഭാവന ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ദേവതകളൊക്കെ നമ്മളിൽ നിന്നും വളരെ വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവര് സാധാരണ നമ്മളെ പോലെ ഭൂലോകങ്ങളിലോ അല്ലെങ്കിൽ ഭൂലോകത്ത് നിന്ന് താഴേക്കുള്ള അധോലോകങ്ങളിലോ അല്ല. അവരെന്താണ്, സ്വർഗാദി ലോകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ ഈ ദേവതയുടെ വിശേഷണം വീണ്ടും പറയാണ്. പരോക്ഷേണ ഏവ, അവര് ദൂരത്താണ്, പരോക്ഷത്താണ്. ഇവിടെ പരോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗാദി ലോകങ്ങളെയാണ്. ഇവിടെ പരോക്ഷം എന്ന വാക്കുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത്. ഈ ദേവതകൾ പരോക്ഷത്താണ്. പക്ഷെ അങ്ങ് എന്ത് ചെയ്യണം, അങ്ങയുടെ വലത് കണ്ണിൽ ഇന്ദ്രദേവത സ്ഥിതി ചെയ്യുന്നതായിട്ട് ഭാവന ചെയ്യ വേണം. എന്നിട്ട് ഈ ദേവതകളുടെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുകയാണ്. പരോക്ഷപ്രിയ ഇവ ഹി ദേവാഹ, ദേവതകൾ എല്ലാവരും, ദേവാഹ ബഹുവചനം, ഈ ദേവതകൾ എല്ലാവരും അവരുടെ സ്വഭാവം എന്തെന്ന് വെച്ചാൽ, അല്ല അവരുടെ ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ, അവരെന്താണ്, പ്രത്യക്ഷത്തെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ അടുത്ത് വന്ന് പരമാത്മാവ് നമുക്ക് പ്രത്യക്ഷമായി, അല്ലെ, നമ്മൾ അപരോക്ഷമായിരിക്കുകയാണ് ഈശ്വരൻ. പക്ഷെ ദേവതകള് അപരോക്ഷമായി നമ്മുടെ കൂടെ ഇല്ല. അവരെന്താണ്, ദേവലോകത്ത് അവർക്ക് പ്രത്യേക ഒരു സ്ഥാനമുണ്ട്, അവർക്ക് പ്രത്യേക ശരീരമുണ്ട്, അവർക്ക് പ്രത്യേക സുഖഭോഗങ്ങളുണ്ട്, എല്ലാം പ്രത്യേകമായിട്ടുണ്ട്. അപ്പൊ അവര് പരോക്ഷപ്രിയരാണ്. അങ്ങനെ ഇരിക്കുവാൻ, പരോക്ഷമായി ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ദേവതകൾ എന്നൊരു മറ്റൊരു വിശേഷണവും കൂടെ ദേവതകൾക്ക് എല്ലാവർക്കും കൂടെ ചാർത്തി കൊടുത്തു യാജ്ഞവൽക്യ മഹർഷി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രത്യക്ഷാദിഷ, പ്രത്യക്ഷത്തെ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ മന്ത്രം. വളരെ ചുരുക്കി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ് ഈ രണ്ടാമത്തെ മന്ത്രം അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ടേബിളിലേക്ക് വരാം, അല്ലേ. ഇപ്പൊ നമ്മൾ വേർഡ് മീനിങ് കണ്ടു. ഈ രണ്ടാമത്തെ മന്ത്രത്തിന്റെ താല്പര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ദേവതകളെ ഉപാസിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഇന്ദ്രൻ എന്ന ദേവതയാണ് ഇവിടെ ഉപാസനയായിട്ട് പറഞ്ഞു കൊടുത്തത്. ഫലശ്രുതി നമ്മൾ നാലാമത്തതിൽ കാണും. ഇവിടെ നിഷ്കാമ ഉപാസനയാണ് കേട്ടോ, സകാമമല്ല. അതായത് സകാമം എന്താണ്, എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നത് സകാമവും, ഒരു സങ്കല്പവും ഇല്ലാതെ ചെയ്യുന്നത് നിഷ്കാമം. നമുക്കറിയാമല്ലോ, നമ്മൾ പണ്ട് മുതലേ പ്രയോഗിക്കുന്ന രണ്ട് വാക്കുകളാണിത് ഫലശ്രുതിയിൽ. അപ്പോൾ ഇവിടെ നിഷ്കാമ ഫലമാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഫലശ്രുതി നാലാമത്തെ മന്ത്രം എത്തുമ്പോൾ മനസ്സിലാകും. ജീവൻ മുക്തന്റെ ഫലമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ജീവൻ മുക്തി ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും സകാമമായിട്ട് സാധന ചെയ്യില്ലല്ലോ, അല്ലെങ്കിൽ ഉപാസന ചെയ്യില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ അനുമാനിക്കാം 2, 3 മന്ത്രം നിഷ്കാമ സാധനയാണ് അല്ലെങ്കിൽ ഉപാസനയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വലത് കണ്ണിൽ ഇന്ദ്രദേവത സ്ഥിതി ചെയ്യുന്നതായിട്ട് ഭാവിക്കൂ എന്ന് പറഞ്ഞു. നമുക്ക് ആ ടേബിൾ എഴുതാം. ഇന്ധൻ എന്ന വാക്ക് എഴുതി, അല്ലെങ്കിൽ ഇന്ദ്രൻ, അല്ലെ, വിശ്വൻ, ഇന്ദ്രൻ അല്ലെങ്കിൽ ഇന്ധൻ. എന്താണ് സാധന പറഞ്ഞു കൊടുത്തത്? ദക്ഷിണാക്ഷി പുരുഷൻ. രണ്ടാമത് ടേബിളിന്റെ 1 ഇന്ദ്രൻ എഴുതി, 2 എഴുതുക ദക്ഷിണാക്ഷി പുരുഷൻ. ദക്ഷിണാക്ഷി പുരുഷൻ.
ദക്ഷിണ അക്ഷിയിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ. ഇവിടെ പുരുഷൻ എന്നതിന് ദേവത എന്നുള്ള അർത്ഥമേ ഉള്ള. ദക്ഷിണാക്ഷി പുരുഷൻ. ദക്ഷിണാക്ഷിയിൽ ഈ ദേവത, ഇന്ദ്രദേവത സ്ഥിതി ചെയ്യുന്നു എന്ന് അങ്ങ് ഭാവന ചെയ്യ വേണം. നിഷ്കാമമായി. ഇത് തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അറിയാം അല്ലേ? അശ്വമേധ ഉപാസന പറഞ്ഞു കൊടുത്തു 1-ാം അധ്യായത്തിൽ. നമ്മൾ ആരും ചെയ്തില്ല അത് അല്ലേ? അഗ്നിഹോത്ര ഉപാസന പറഞ്ഞു കൊടുത്തു. പല പല ഉപാസനകള്, അന്നബ്രഹ്മ ഉപാസന, പ്രണവ ഉപാസന, ഓംകാര ഉപാസന ഒക്കെ അല്ലേ നമ്മൾ പലയിടങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ താല്പര്യം ഇത്രയേ ഉള്ളൂ. നിഷ്കാമ ഉപാസനയിലൂടെ സാമ്രാട്ടായ ശിഷ്യനെ പരുവപ്പെടുത്തിയെടുത്ത് എന്ത് ഫലമാണ് അതിലൂടെ അങ്ങേക്ക് കിട്ടുക എന്ന് പറഞ്ഞു കൊടുത്ത് ശിഷ്യനെ അടുത്ത ബ്രാഹ്മണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അടുത്ത ബ്രാഹ്മണം കുറച്ച് വിസ്താരമുള്ളതായതുകൊണ്ട് ആ ബ്രാഹ്മണം ശ്രവിക്കുവാനും അതിൻ്റെ തത്വവിചാരം നടത്തുവാനും സാമ്രാട്ടിന് ചിത്തശുദ്ധി വേണം. അതുകൊണ്ട് ഉള്ള ഒരു പ്രിലിമിനറി സ്റ്റെപ്പായിട്ട് ഇതിനെ കണ്ടാൽ മതി എല്ലാവരും. ഉപാസന ഇന്ദ്രൻ, ദക്ഷിണാക്ഷി പുരുഷൻ. അടുത്തത് ഈ ദക്ഷിണാക്ഷിയില്ലേ, കണ്ണ്, അതിനെ മാണ്ഡൂക്യ ഉപനിഷത്തുമായിട്ട് താരതമ്യം ചെയ്ത് ഉപാസന പറഞ്ഞു കൊടുക്കുകയാണ്. മാണ്ഡൂക്യ ഉപനിഷത്തിൽ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകളുണ്ട്. അവിടെ വിശ്വൻ എന്ന പേരാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വിശ്വൻ എന്ന വാക്കിന്റെ അർത്ഥം ഭോക്ത. ഭോക്ത ഭോക്ത എന്ന് വെച്ചാൽ എക്സ്പീരിയൻസർ നമ്മൾ പറയാറില്ലേ? ചിന്മയാനന്ദ സ്വാമിജിയുടെ ഭാഷയിൽ പറഞ്ഞ എക്സ്പീരിയൻസർ, ഭോക്ത. ഈ ഭോഗം നമ്മൾ എപ്പോഴാണ് അനുഭവിക്കുന്നത്? നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് അല്ലേ? 24 മണിക്കൂർ നമ്മൾ ഭോഗം, സുഖഭോഗം, ദുഃഖഭോഗം, കാമഭോഗം, ക്രോധഭോഗം, ഇതൊക്കെ എപ്പോഴാണ് അനുഭവിക്കുന്നത്? നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ. അതുകൊണ്ട് വിശ്വനെ വിളിക്കുന്ന പേരാണ് ജാഗ്രത അവസ്ഥ അഭിമാനി വിശ്വ ഇതി ഉച്ചതേ. എഴുതുക, എന്നിട്ട് എന്തിനു ഈ പേര് കൊടുത്തു എന്ന് നമുക്ക് പഠിക്കാം. ജാഗ്രത അവസ്ഥ അഭിമാനി. ജാഗ്രത അവസ്ഥ അഭിമാനി വിശ്വ ഇതി ഉച്ചതേ. ജാഗ്രത അവസ്ഥ അഭിമാനി. അഭിമാനി എന്ന് വെച്ചാൽ ഭോക്താ അഭിമാനി. ഭോക്താവായിരിക്കുന്ന അഭിമാനത്തോടുകൂടി, ഞാൻ എന്നുള്ള അഭിമാനത്തോടുകൂടി. അത് എപ്പോഴായിരിക്കുന്ന? ജാഗ്രത അവസ്ഥയിൽ, ഉണർന്നിരിക്കുന്ന സമയത്ത്. ജാഗ്രത അവസ്ഥ അഭിമാനി വിശ്വ ഇതി ഉച്ചതേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ എഴുതി? നമ്മൾ വിശ്വൻ എഴുതി, മന്ത്രം നമ്പർ 2 എഴുതി. വിശ്വൻ എന്ന വാക്ക് ഇവിടെ ഇന്ദ്രൻ എന്ന ശബ്ദത്തെയാണ് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നതെന്ന് എഴുതി. വിശ്വൻ എന്നാൽ ജാഗ്രത അവസ്ഥ അഭിമാനി അല്ലെങ്കിൽ ഭോക്താവാണെന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഉപാസനയിലേക്ക് അല്ലെ സാധനയിലേക്ക് വരാം. നമ്മുടെ മുന്നിൽ ജനക മഹാരാജാവ് ഇരിക്കുന്നു, യാജ്ഞവൽക്യ മഹർഷി ഇരിക്കുന്നു. യാജ്ഞവൽക്യ മഹർഷി നിഷ്കാമ ഉപാസന പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ സാമ്രാട്ട്, അങ്ങിപ്പോൾ ഉണർന്നിരിക്കുകയാണല്ലോ. നമ്മൾ തന്നെ മനസ്സിൽ ഡയലോഗ് പറയുക. യാജ്ഞവൽക്യ മഹർഷി ചോദിക്കുന്നു, ഹേ സാമ്രാട്ട്, ആർ യു അവേക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉണർന്നിരിക്കുകയാണ്, ഭോക്താവായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണർന്നിരിക്കുകയാണ്. ആ ഉണർന്നിരിക്കുമ്പോൾ അങ്ങയെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് വിശ്വൻ. നമ്മളെല്ലാവരും ഇപ്പോൾ വിശ്വന്മാരാണ്. നമുക്കെല്ലാവർക്കും ഉണർന്നിരിക്കുമ്പോൾ ഒറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ. ശാസ്ത്രത്തെ അധികരിച്ച് പറയുമ്പോൾ ഒറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ, വിശ്വൻ. പിന്നെ തൈജസൻ, പ്രാജ്ഞൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകും. മാണ്ഡൂക്യ ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമുക്കത് വിസ്തരിച്ച് പറയാം, അല്ലെ? പഠിക്കാൻ സാധിക്കട്ടെ.
ജാഗ്രത അവസ്ഥയിൽ നമ്മളെ എല്ലാം വിശ്വൻ എന്ന് വിളിക്കും, പിന്നെ തൈജസ് എന്ന് വിളിക്കും, പിന്നെ പ്രാജ്ഞൻ എന്ന് വിളിക്കും. ഈ അവസ്ഥയെല്ലാം അധിവർത്തിക്കുമ്പോൾ നമ്മൾ തുര്യന്മാരാകും അല്ലേ? അങ്ങനെ പറഞ്ഞാണ് അത് പോകുന്നത്. ഞാൻ ആ മന്ത്രം ചൊല്ലുകയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒന്നും നമുക്ക് വിസ്തരിച്ച് പോകാൻ പറ്റില്ല ഇപ്പം. കാരണം എന്താ, ഭൂരിപക്ഷ ആളുകളും അത് പഠിച്ചിട്ടില്ല. അത് പഠിക്കാൻ എളുപ്പവുമല്ല. കാരണം 260 സംതിങ് ഉണ്ട്, ഒരു 300 താഴെ ശ്ലോകങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അതിൽ ഒരു 1.5 വർഷം വേണം അത് പഠിച്ചു തീരാൻ. എങ്കിലേ വിസ്തരിച്ച് നമുക്ക് പഠിച്ചു എന്ന അഭിമാനത്തോടു കൂടി പറയാനും സാധിക്കുകയുള്ളൂ. അപ്പം അതൊക്കെ വിട്ടേര്, നമുക്കിപ്പോൾ വിശ്വം മാത്രം മതി. ഇത്രയേ ഉള്ളൂ. സാമ്രാട്ടിനോട് ചോദിക്കുകയാണ്, അങ്ങ് ഉണർന്നിരിക്കുന്നുണ്ടോ? ഉണർന്നിരിക്കുന്നു. ആ ഉണർന്നിരിക്കുമ്പോൾ അങ്ങയെ വിളിക്കുന്ന, ശാസ്ത്രം വിളിക്കുന്ന പേരാണ്, അല്ല ഐഡൻറ്റിറ്റിയാണ് വിശ്വൻ. അപ്പോൾ നമ്മളെല്ലാവരും ആരാണ്? വിശ്വന്മാരാണ്. അതിൽ സ്ത്രീലിംഗോ പുല്ലിംഗോ ഒന്നുമില്ല, നമ്മളെല്ലാവരും വിശ്വന്മാരാണ്. ആ വിശ്വനായിരിക്കുന്ന സമയത്ത് നമ്മളോട് ഉപാസന പറയുകയാണ്, വലത് കണ്ണിൽ ഇന്ദ്രദേവത സ്ഥിതി ചെയ്യുന്നു. ശരിക്കും കണ്ണിൻ്റെ ദേവത ആദിത്യനാണ്, നമുക്കറിയാം. അപ്പം നമുക്കിവിടെ തോന്നും ഇത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ആദിത്യൻ എവിടെ പോയി? ആദിത്യൻ്റെ ഇരിപ്പിടം തള്ളി മാറ്റി അവിടെ ഇന്ദ്രൻ വന്നോ എന്നൊക്കെ നമുക്കിപ്പോൾ സംശയം തോന്നണം ഉള്ളിൽ അല്ലേ? അപ്പോൾ ആദിത്യൻ അവിടെയുണ്ട്. ആദിത്യൻ അവിടെ ഇരുന്നു കൊണ്ട് അതാതിൻ്റെ ധർമ്മമൊക്കെ ചെയ്യുന്നു. ഇവിടെ ഉപാസന കൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ കാണാൻ പറയുന്നില്ലേ? അത്രയും കാലം നമ്മളത് കല്ലായിട്ട് കണ്ടു, നമുക്കറിയില്ലായിരുന്നു. അപ്പം ഗുരുനാഥൻ പറഞ്ഞു തന്നു, ഇത് വെറും ഒരു ശിലയല്ല, അല്ലെ ഒരു കല്ലല്ല, ഇത് സാളഗ്രാമം എന്നാണ് ഇതിൻ്റെ വിശേഷണം, ഇത് വിഷ്ണുവിൻ്റെ സ്ഥാനമാണ് എന്ന് പറഞ്ഞു തരുന്ന ആ നിമിഷം മുതൽ നമ്മളതിനെ കല്ലായിട്ട് കാണില്ല, പിന്നെ നമ്മൾ സാളഗ്രാമമായിട്ടാണ് കാണുന്നത്. ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടല്ലേ കാണുന്നത് അല്ലേ? ഗുരുനാഥൻ പറഞ്ഞു തരുന്ന ആ നിമിഷം മുതൽ. അതുപോലെ തന്നെ ശിവലിംഗം എടുത്തോളൂ, നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിന് ഭഗവാൻ മഹാദേവനെ കാണാൻ പറഞ്ഞു തരുന്ന നിമിഷം മുതൽ നമുക്കത് ലിംഗമല്ല, ഭഗവാന്റെ തന്നെ രൂപമാണ്, പ്രതീകമാണ്. അതുപോലെ തന്നെ ഇവിടെ ദക്ഷിണാക്ഷി എന്നത് ഇന്ദ്രൻ്റെ സ്ഥാനമാണ്. ഇന്ദ്രദേവത അവിടെ വസിക്കുന്നതായി അങ്ങ് ഭാവന ചെയ്യൂ. അപ്പം എന്തിനിതിവിടെ പറയുന്നു? ഏതെങ്കിലും ഒരു ഉപാസന വേണ്ടേ ശിഷ്യന്? അതുകൊണ്ട് ഇവിടെ ഈ ഉപാസന പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ആ ദേവതാ പ്രീതിയോടുകൂടി നിഷ്കാമമായി ഉപാസിച്ചാൽ ദേവതകൾ, നമ്മൾ ഒന്നാമത്തെ ബ്രാഹ്മണത്തിൽ കണ്ടു, സർവ ദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ ഇന്ദ്രൻ എന്ന ദേവതയെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആരാണ്? ഉണർന്നിരിക്കുമ്പോൾ നമ്മളെല്ലാവരും വിശ്വന്മാരാണ്. ശ്രദ്ധിക്കണേ, വിശ്വന്മാരാണ്. ആ വിശ്വനായിരിക്കും ഭോക്താവ് എന്ന് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, ആ ഭോക്താവ് ആയിരിക്കുന്ന നമ്മളെല്ലാവരും വലത് കണ്ണിൽ ഇന്ദ്രനെ ഭാവന ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ മന്ത്രം. ഇനി അടുത്തത്, ഇടത് കണ്ണിൽ ഇന്ദ്രൻ്റെ പത്നിയെ ഭാവന ചെയ്യൂ എന്ന് അടുത്ത നിഷ്കാമ ഉപാസന പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് വലത് കണ്ണ് അല്ലെങ്കിൽ കണ്ണ് ഇവിടെ പറഞ്ഞു എന്നതിന് താല്പര്യം, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 10 ഇന്ദ്രിയങ്ങളിൽ പ്രധാനി ചക്ഷുവാണ്. അതുകൊണ്ടാണ് ഇവിടെ ചക്ഷുവിൽ ഇന്ദ്രദേവതയെ ചിന്തിക്കൂ, ഉപാസിക്കൂ എന്ന് പറഞ്ഞു തന്നത്. മറ്റുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത്, കാരണം നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ആദ്യം ഉറങ്ങുന്നതാരാ, അല്ലെങ്കിൽ ആദ്യം ഷട്ട് ഡൗൺ ആകുന്നതാരാ? കണ്ണാണ് അല്ലേ? അപ്പോൾ ഭോക്താവായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ചക്ഷുരേന്ദ്രിയമാണ്, അല്ലെങ്കിൽ ഭോഗങ്ങൾ അനുഭവിക്കുന്നത് ചക്ഷുരേന്ദ്രിയം വഴിയാണ്. അതുകൊണ്ടാണ് ദശേന്ദ്രിയങ്ങളിൽ പ്രധാന ചക്ഷുരേന്ദ്രിയമായതുകൊണ്ടാണ് ഇവിടെ ചക്ഷുരേന്ദ്രിയത്തിൽ ഇന്ദ്രദേവൻ വസിക്കുന്നു എന്ന് ഉപാസിക്കാൻ പറയുന്നത്.
അതിനുശേഷം ഒരു കണ്ണല്ലേ പറഞ്ഞോളൂ, ഇനി അടുത്ത കണ്ണിലേക്ക് പോവുകയാണ്. അവിടെ ഇന്ദ്രന്റെ പത്നി വസിക്കുന്നതായിട്ട് ഇന്ദ്രാണി ദേവത ഇരുന്ന് നമ്മളെ സഹായിക്കുന്നതായിട്ട് ഭാവന ചെയ്യും. ഈ രണ്ട് ഇന്ദ്രിയങ്ങളിലും ചക്ഷുരേന്ദ്രിയത്തിലും ഇവരെ രണ്ടുപേരും ഇരിക്കുന്നു. ഇന്ന് നമ്മൾ വിശ്വനായിരിക്കുന്ന സമയത്തെല്ലാം, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം ഇവരെ ചിന്തിക്കൂ, ഇവരെ ചിന്തിക്കൂ, ഇവരെ ചിന്തിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം ഉപാസന ചെയ്ത് 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 ആരെന്നെ ഈ ചക്ഷുരേന്ദ്രിയത്തിൽ ഇന്ദ്രനാണ് ഇന്ദ്രനാണ് എന്നിങ്ങനെ. അപ്പോൾ എന്താണ്, ദേവതകളുടെ പ്രീതി ഉണ്ടാകും, ദേവേന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടാകും. അതിലൂടെ നിഷ്കാമമായി ചെയ്യുന്നത് കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകും. അങ്ങനെ ചിത്തശുദ്ധിയിലൂടെ എന്തു ഫലത്തിലെത്തുന്നു സാധകൻ എന്ന് പറഞ്ഞു തരികയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. നമുക്ക് അടുത്ത മന്ത്രം നോക്കാം. മൂന്നാമത്തെ മന്ത്രം, തൃതീയ മന്ത്രം. അപ്പോൾ നിങ്ങൾ ഇന്ദ്രനെ ഒന്നും ഭാവന ചെയ്യണമെന്നില്ല, നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങളിലും പരമാത്മാവ് തന്നെ. ഇവിടെ ഒരു ആലംബനമായി ഉപാസന, നിഷ്കാമ ഉപാസനയ്ക്ക് ആലംബനമായി ഇന്ദ്രനും ഇന്ദ്രപത്നിയും പറയുന്നേ ഉള്ളൂ. നമുക്ക് ഇത് എടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഈ ബ്രാഹ്മണം, കൂർച്ച ബ്രാഹ്മണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശിഷ്യന്റെ ഭാവം, ആ കൂർച്ചത്തിൽ നിന്നും ഇറങ്ങി വന്ന ഭാവം, അത് നമ്മൾ എന്താ പറയുക, നമ്മളുടെ ജീവിതത്തിൽ പകർത്താനായിട്ടുള്ള ആ സാധന നമുക്ക് കാണിച്ചു തരുന്നു. പിന്നെ രണ്ടാമത്തെ കൂർച്ച ബ്രാഹ്മണത്തിന്റെ പ്രത്യേകത നിഷ്കാമ ഉപാസന. ഉപാസന ഇല്ലാണ്ട് എത്ര ശ്രവണം ചെയ്താലോ എത്ര ഇതുണ്ടെങ്കിലും നിഷ്കാമ ഉപാസന ഇല്ലാണ്ട് ഒരു സാധകൻ ജീവൻ മുക്തിയിലെത്തില്ല എന്നും കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ബ്രാഹ്മണം. അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യ പ്രധാന ആരംഭം എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്തത്. അപ്പം ആരംഭത്തിൽ എന്ത് വേണം? നിഷ്കാമ ഉപാസന, ചിത്തശുദ്ധിക്ക് വേണ്ടി. അതുമാണ് ഈ ബ്രാഹ്മണം. ഒന്നുകൂടെ പറയാം, ബ്രഹ്മവിദ്യ പ്രധാന ആരംഭം എന്ന് കൊടുത്തതിന് കാരണം സാധകൻ ബ്രഹ്മവിദ്യ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി സ്വയം ജ്യോതി ശാരീരിക ബ്രാഹ്മണത്തിൽ ബ്രഹ്മവിദ്യാ ശ്രവണമാണ്. അപ്പം ആ ശ്രവണത്തിന് മുമ്പ് നിഷ്കാമ സാധനയിലൂടെ ശിഷ്യൻ പരിപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമായി വിശ്വനെയും അല്ലെ ഇന്ദ്രനെയും ഇന്ദ്രപത്നിയും പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് സാധനയും ഏത് ഉപാസനയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ തുടരാം. ഓർമ്മപ്പെടുത്തുക, ഈ ബ്രാഹ്മണം പഠിക്കുമ്പോൾ നിഷ്കാമ ഉപാസനയാണോ ഞാൻ ചെയ്യുന്നത് ആണ് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. മൂന്നാമത്തെ മന്ത്രം. അധ ഏതത് വാമേ അക്ഷിണി പുരുഷരൂപം ഏഷ അസ്യ പത്നി വിരാട് തയോഃ ഏഷ സംസ്ഥാവഃ യഃ ഏഷ അന്തർഹൃദയ ആകാശഃ അധൈനയോഃ ഏതത് അന്നം യഃ ഏഷോന്തർഹൃദയേ ലോഹിതപിണ്ഡഃ അധൈനയോഃ ഏതത് പ്രാവരണം യഥേതത് അന്തർഹൃദയേ ജാലകമിവ അധൈനയോഃ ഏഷാ ശ്രുതിഃ സംചരണീ ഐഷാ ഹൃദയാത് ഊർധ്വ നാട്യുച്ചരതി യഥാ കേശഃ സഹസ്രധാ ഭിന്ന ഏവം അസ്യ ഏതാ ഹിതാ നാമ നാട്യഃ അന്തർഹൃദയേ പ്രതിഷ്ഠിതാ ഭവന്തി ഏതാഭിർവ അല്ലെങ്കിൽ ഏതാഭിഃ വ ഏതത് അസ്രവ അസ്രവതി. നിങ്ങളുടെ പുസ്തകത്തിൽ അസ്രവത് എന്നല്ല അസ്രവാന്നേ ഉള്ളു കേട്ടോ. വേർഡ് ബൈ വേർഡിൽ തിരുത്തുക. പുതിയ പുസ്തകം പേജ് 331 വേർഡ് ബൈ വേർഡ് താഴെ ഏതാഭിഹി വൈ അസ്രവതെന്നാണ്. അസ്രവാന്നേ ഉള്ളു. അസ്രവാ അസ്രവതി. അസ്രവാ ഏതത് അസ്രവാ അസ്രവതി തസ്മാത് ഏഷാ പ്രവിവിക്താഹാരതര ഇവ 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 ഏവ ഒരുമിച്ച് പറയുമ്പോൾ ഇവ ഇവ ഭവതി അസ്മാത് ശരീരാത് ആത്മനഃ.
ഒരുമിച്ച് ചൊല്ലാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. അധയേതത് വാമേ അക്ഷിണി പുരുഷരൂപമേഷ അസ്യ പത്നി വിരാട് തയോഃ ഏഷ സംസ്ഥാവഃ യഹ ഏഷഃ അന്തർഹൃദയ ആകാശഃ അധൈനയോഃ ഏതദ് അന്നം യഹ ഏഷോന്തർഹൃദയേ ലോഹിതപിണ്ഡഃ അധൈനയോഃ ഏതത് പ്രാവരണം യഥേതത് അന്തർഹൃദയേ ജാലകമിവ അധൈനയോഃ ഏഷാ ശ്രുതിഃ സംചരണി ഐഷ ഹൃദയാത് ഊർധ്വാ നാട്യുച്ചരതി യഥാ കേശഃ സഹസ്രധാ ഭിന്ന ഏവം അസ്യ ഏതാ ഹിതാ നാമ നാട്യഃ അന്തർഹൃദയേ പ്രതിഷ്ഠിതാ ഭവന്തി ഏതാഭിർവ ഏതത് അസ്രവാ അസ്രവതി തസ്മാദേശ പ്രവിവിക്താഹാരതര ഇവ ഇവ ഭവതി അസ്മാത് ശരീരാദാത്മനഃ അധ ഏതത് വാമേ അക്ഷിണി പുരുഷരൂപമേഷ അസ്യ പത്നി വിരാട് തയോഃ ഏഷ സംസ്ഥാവഃ യഹ ഏഷഃ അന്തർഹൃദയഃ ആകാശഃ അധൈനയോഃ ഏതദ് അന്നം യഹ ഏഷോന്തർഹൃദയേ ലോഹിതപിണ്ഡഃ അധൈനയോഃ ഏതത് പ്രാവരണം യതേതത് അന്തർഹൃദയേ ജാലകമിവ അധൈനയോഃ ഏഷാ ശ്രുതിഃ സംചരണി ഐഷ ഹൃദയാത് ഊർധ്വാ നാട്യുച്ചരതി. അവിടെ നാട്യഃ ഉച്ചരതി എന്ന് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചൊല്ലാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. രണ്ടും പാഠഭേദമുണ്ട്. രണ്ടും പാരായണ വിധിയിൽ ശരിയാണെന്ന് നമ്മൾ ഗുരുകുലങ്ങളിൽ പഠിക്കുന്നതിൽ പറയാറുണ്ട്. അപ്പം എങ്ങനെ വേണേലും ചൊല്ലാം. നാട്യഃ ഉച്ചരതി, നാട്യുച്ചരതി എന്നും. ഓക്കെ. സംചരണി ഐഷ ഹൃദയാദൂർധ്വാ നാട്യുച്ചരതി യഥാ കേശഃ സഹസ്രധാ ഭിന്ന ഏവം അസ്യ ഏതാ ഹിതാ നാമ നാട്യഃ അന്തർഹൃദയേ പ്രതിഷ്ഠിതാ ഭവന്തി ഏതാഭിർവ ഏതത് അസ്രവാ അസ്രവതി തസ്മാദേശ പ്രവിവിക്താഹാരതര ഇവ ഇവ ഭവതി അസ്മാത് ശരീരാത് ആത്മനഃ. നമുക്ക് ആ ടേബിളും കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ബാക്കി വ്യാഖ്യാനം നാളെ പഠിക്കാം. വിശ്വൻ എഴുതിയില്ലേ, തൊട്ടപ്പുറത്തെ കോളത്തിൽ വിരാട് എന്ന് എഴുതിയില്ലേ, മന്ത്രം 4 വിരാട്. അടുത്തത് ഇന്ദ്രാണി. മന്ത്രം 3 സോറി മന്ത്രം 3. ക്ഷമിക്കുക, നമ്പർ മാറിപ്പോയതാ. മന്ത്രം 3 വിരാട് എന്ന് എഴുതിയിട്ട് മന്ത്രം 3 എന്ന് എഴുതുക. തൊട്ട് താഴെ ഇന്ദ്രാണി. ഇന്ദ്രാണി. അതിൻ്റെ താഴെ വാമാക്ഷി പുരുഷൻ. വാമ അക്ഷി പുരുഷൻ. വാമാക്ഷി പുരുഷൻ. അതിൻ്റെ താഴെ ഭോജ്യം, എക്സ്പീരിയൻസ് എന്നുള്ള അർത്ഥം. മറ്റേത് എക്സ്പീരിയൻസർ എന്ന് എഴുതിയില്ല നമ്മൾ, അനുഭവിക്കുന്നവൻ അല്ലേ. അപ്പോൾ അതിൻ്റെ നേരെ ഭോജ്യം. വാമാക്ഷി പുരുഷൻ, ഭോജ്യം. ഇനി വിരാട് എന്നുള്ളതിൻ്റെ അർത്ഥം എഴുതാം. അനേകവിധ, നമ്മൾ ജാഗ്രതാവസ്ഥ അഭിമാനി വിശ്വൻ എഴുതിയില്ലേ, അതുപോലെ തന്നെ വിരാടിൻ്റെ വ്യാഖ്യാനം. അനേകവിധ ഇന്ദ്രിയ വിഷയദ്വാര, ഇന്ദ്രിയ വിഷയദ്വാര, അനേകവിധ ഇന്ദ്രിയ വിഷയദ്വാര വിവിധം ഭാതി.
അനേകവിധ ഇന്ദ്രിയ വിഷയദ്വാര വിവിധം ഭാതി ഇതി വിരാട്. ഇത്രേ ഉള്ളൂ. അനേകവിധ ഇന്ദ്രിയ വിഷയദ്വാര വിവിധം ഭാതി. ഒന്നുകൂടെ പറയാം. വിരാട് മന്ത്രം 3, ഇന്ദ്രിയാണി, വാമാക്ഷി പുരുഷൻ, ഭോജ്യം, പിന്നെ ഡെഫിനിഷൻ അനേകവിധ ഇന്ദ്രിയ വിഷയദ്വാര വിവിധം ഭാതി. വ്യാഖ്യാനം നമുക്ക് നാളെ പഠിക്കാം. അപ്പൊ ഇന്ന് പഠിച്ചത് ഇത്രയേ ഉള്ളൂ. ഗുരുവിനെ തേടി ശിഷ്യൻ ഉയർന്ന സ്ഥലത്ത് നിന്നും ഇറങ്ങി വന്ന ഗുരുപസക്തി. പിന്നെ രണ്ടാമത് നിഷ്കാമ ഉപാസന. തൃതീയ ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം ബ്രഹ്മവിദ്യാ പ്രധാനത്തിന് വേണ്ടി ശിഷ്യനെ പാകപ്പെടുത്തിയെടുക്കൽ. ഇത് രണ്ടുമാണ് കൂർച്ച ബ്രാഹ്മണത്തിന്റെ പ്രത്യേകത. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.